സ്കൂളും കോളേജൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു സംഭവമാണല്ലേ ഈ അസൈൻമെൻറ്റ്. അപ്പം ഇന്ന് നമുക്ക് 3 അസൈൻമെൻറ്റ് ഫ്രണ്ട് പേജ് ഐഡിയാസ് കാണാം ട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ടീച്ചർമാർക്കും ചിലപ്പോൾ ഇതേപോലെ ബോർഡേഴ്സ് ഒന്നും വരയ്ക്കണത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയും കണ്ടിട്ടൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. എൻ്റെ ഓർമ്മയിൽ എനിക്ക് അങ്ങനത്തെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ അടിപൊളി ബോർഡേഴ്സൊക്കെ വരച്ചിട്ടാണ് എൻ്റെ അസൈൻമെൻറ്റ് എപ്പോഴും സബ്മിറ്റ് ചെയ്യാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ സ്കെച്ചോ മാർക്കറോ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ കുറച്ച് സർക്കിൾസ് വരച്ചു കൊടുക്കുക. ഉള്ളിൽ ഇതേപോലെ ഒന്ന് നമുക്ക് ബ്ലാക്ക് കളർ സ്കെച്ചോ പെന്നോ വെച്ചിട്ട് ഒന്ന് ഫ്ലവേഴ്സൊക്കെ ആക്കി ബോർഡേഴ്സ് വരച്ചു കൊടുത്താൽ സംഭവം സെറ്റ്. സെക്കൻഡ് വൺ വന്നിട്ട് അതിനും ഈസിയാണ്. നമ്മൾ 4 ബോർഡേഴ്സ് കൊടുക്കുന്നില്ല. ആകെ കോർണേഴ്സിൽ 2 സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് കോർണേഴ്സ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ലീവ്സ് വരയ്ക്കാം. ലീവ്സ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. വെറുതെ ഇങ്ങനെ ഒന്ന് കോറി കൊടുത്താൽ മതി. അസൈൻമെൻറ്റ് ബോർഡറൊക്കെ വരച്ച് സമയം കളയാനും ഇല്ല. എന്നാൽ പെട്ടെന്ന് ഇതേപോലെ ബോർഡേഴ്സ് വരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ല പണിയാണ്. വെറും 3 സെക്കൻഡ്സ് കൊണ്ടൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലെ സർക്കിൾസ് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇതേപോലെയൊക്കെ ഒന്ന് അരഞ്ഞ് പൊറിഞ്ഞ് കോറി കൊടുത്താൽ മതി. നമുക്കൊരു റോസിൻ്റെ ഷേപ്പിൽ വരും. പിന്നെ സ്റ്റെമ്മും പെറ്റൽസൊക്കെ വരയ്ക്കുക, 4 സൈഡ് ബോർഡറും കൊടുക്കുക. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.